വഞ്ചിയൂർ CI ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി CPM നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. സ്റ്റേജ് പൊളിച്ചാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്താണ് നടന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. സ്വമേധയാ കേസെടുക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, വളരെ വിവാദമായ വിഷയമാണ്. ഹൈക്കോടതി തന്നെ ഇടപെടലുണ്ടായതാണ്. എന്താണ് പോലീസിന്റെ ഈ കാര്യങ്ങളുള്ള വിശദീകരണം? വഞ്ചിയൂരിൽ റോഡിന്റെ ഒരു വശം അടച്ചുകെട്ടി വേദി പണിത സംഭവത്തിൽ കഴിഞ്ഞ ദിവസവും അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തുടർന്ന് ഇന്ന് പരിഗണിക്കാൻ വേണ്ടി കേസ് മാറ്റിവെക്കുകയായിരുന്നു. വഞ്ചിയൂർ SI നേരിട്ട് ഹാജരായി. സ്റ്റേജ് പൊളിച്ചാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്നാണ് അദ്ദേഹം കോടതിയിൽ അറിയിച്ചത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. കാരണം കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലെ ഈ സംഭവത്തിന് പിന്നാലെ CPIയും കഴിഞ്ഞ ദിവസം റോഡ് ഭാഗികമായി അടച്ചുകെട്ടി സമരം ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ തുടരുകയാണെങ്കിൽ സ്വമേധയാ കേസെടുക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഈ വഞ്ചിയൂരിൽ CPM റോഡിൽ പന്തലിട്ടതിന്റെ മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്ത ഉൾപ്പെടെ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിട്ടും പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ എന്ന് പറയാം, അങ്ങനെ പന്തലിട്ടിട്ട് പോലീസ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് കോടതി ഇന്ന് ഉയർത്തിയത്. സംഭവം DGP അറിഞ്ഞിരുന്നോ എന്നും ചോദിച്ചു. പരാതിക്കാരനായ മരട് സ്വദേശി പ്രകാശൻ DGPയെയും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും എതിർകക്ഷികളാക്കിയാണ് കേസ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം DGP അറിഞ്ഞിരുന്നോ എന്ന് കോടതി അറിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചോദിച്ചത്, ഇത് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയല്ലേ എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. ഇതിനൊക്കെ ആരാണ് ഇത്തരത്തിൽ അനുമതി നൽകുന്നതെന്ന് കോടതി ചോദിച്ചു. ഒരു സാധാരണക്കാരൻ ജനങ്ങൾ നിസ്സാരമായി നോക്കി നിൽക്കുമ്പോൾ ഹൈക്കോടതിയുടെയൊക്കെ ഇടപെടലുകൾ വളരെ കൃത്യമായി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.